സഹീഹുൽ ബുഖാരി ദർസ് 124 കിതാബുൽ വുളൂ. അടുത്ത അധ്യായം ബാബ് ഗസ്ലിൽ മനിയ്യി വ ഫർഖിഹി വ ഗസ്ലി മാ യുസീബു മിനൽ മർഅത്തി. ബാബ് അധ്യായം ഗസ്ലി കഴുകുന്നത് സംബന്ധിച്ച്. അൽ മനിയ്യി ശുക്ലം, മനിയ്യ് ഇന്ദ്രിയം. വ ഫർഖിഹി അത് ഉരച്ചു കളയുന്നത് സംബന്ധിച്ചും. വ ഗസ്ലി കഴുകുന്നത് സംബന്ധിച്ചും. മാ യുസീബു മിനൽ മർഅത്തി സ്ത്രീയിൽ നിന്ന് സംഭവിക്കുന്നത്. അതായത് സ്ത്രീയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സ്വഭാവം, അതേപോലെ സംഭവ സമയത്ത് പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ പറ്റുന്ന ഇതും ഏതാവട്ടെ, ഇതൊക്കെ കഴുകി കളയുന്നതും ഉരച്ചു കളയുന്നതും സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഹദീസ് നമ്പർ 229. ഹദ്ദസന അബ്ദാനു قال أخبرنا عبد الله قال أخبرنا عمرو بن ميمون الجزري عن سليمان بن يسار عن عائشة قالت. ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്നുള്ള നിവേദനം. കുന്തു ഔസിലു അൽ ജനാബത്ത, ഞാൻ ജനാബത്ത്, അതായത് ജനാബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജനാബത്തുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മനിയ ശുക്ല, അതിൻ്റെ അടയാളം, അത് ഞാൻ കഴുകിക്കളയുമായിരുന്നു. മിൻ സൗബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ നിന്ന്. ഫയഖ്റുജു ഇല സ്വലാത്തി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് സ്വലാത്ത് പുറപ്പെടുമായിരുന്നു. വ ഇന്ന ബുഖഅൽ മാഇ ഫി സൗബിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ ആ വെള്ളത്തിൻ്റെ പാടുകൾ അവശേഷിക്കുമായിരുന്നു. അതായത് ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ കഴുകി കൊടുത്തിട്ട് ആ വസ്ത്രത്തിൽ കഴുകിയതിൻ്റെ പാട്, മനിയിൻ്റെ പാടല്ല, കഴുകിയതിൻ്റെ പാട് അവശേഷിക്കാൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടുമായിരുന്നു, മസ്ജിദിലേക്ക് പുറപ്പെടുമായിരുന്നു. ഹദീസ് നമ്പർ 230. ഹദ്ദസന ഖുതൈബത്തു ഖാല ഹദ്ദസന يزيد قال حدثنا عمرو بن ميمون عن سليمان بن يسار قال سألت عائشة عن المني يصيب الثوب فقالت. സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു വസ്ത്രത്തിൽ ബാധിക്കുന്ന മനിയെ സംബന്ധിച്ച്, വസ്ത്രത്തിൽ പുരടുന്ന മനിയെ സംബന്ധിച്ച്, അതിൻ്റെ വിധി സംബന്ധിച്ച്. അപ്പോൾ ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, കുന്തു ഔസിലുഹു മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ നിന്ന് മനിയെ ശുക്ലം കഴുകി നീക്കാറുണ്ടായിരുന്നു. ഫയഖ്റുജു ഇല സ്വലാത്തി, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പുറപ്പെടും. വഅസറുൽ ഗസ്ലി ഫി സൗബിഹി ബുഖാഉൽ മാഇ, ആ കഴുകിയതിൻ്റെ അടയാളം, ആ വെള്ളത്തിൻ്റെ അടയാളം വസ്ത്രത്തിൽ അവശേഷിക്കുമായിരുന്നു. അത് ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുമായിരുന്നു, ആ നനവിൻ്റെ പാടുള്ള വസ്ത്രം വെച്ചിട്ട് നിസ്കരിക്കാൻ പോകുമായിരുന്നു എന്നർത്ഥം. അടുത്ത അധ്യായം ഇതുമായി ബന്ധപ്പെട്ട അധ്യായം തന്നെയാണ്. ഇതേ ഹദീസ് തന്നെ. ബാബു ഇദാ ഗസല ജനാബത്ത ഔ ഗൈറഹ, ജനാബത്ത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനിയ ശുക്ലം, അതോ അതല്ലാത്തതോ അതുപോലത്തത് കഴുകിയാൽ ഫലം യദ്ഹബ് അസറുഹു, എന്നിട്ട് അതിൻ്റെ അടയാളം പോയിട്ടില്ലെങ്കിൽ, അടയാളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടയാളമല്ല, അത് കഴുകിയതിൻ്റെ അടയാളം, ആ വെള്ളത്തിൻ്റെ അടയാളം. ഹദീസ് നമ്പർ 231. ഹദ്ദസന മൂസ ബിൻ ഇസ്മാഈൽ അൽ മിൻഖരി ഖാല ഹദ്ദസന അബ്ദുൽ വാഹിദി ഖാല ഹദ്ദസന അംറു ബിൻ മൈമൂൻ ഖാല സമിഅതു സുലൈമാൻ ബിൻ യസാർ ഫി الثوب تصيبه الجنابة ഖാല. അംറു ബിൻ മൈമൂൻ എന്താ പറയുന്നത്, സുലൈമാൻ ബിൻ യസാർ എന്നവർ ജനാബത്ത് അതായത് ശുക്ലം പുരണ്ട വസ്ത്രത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാലത്ത് ആയിഷത്തു, അതേ സംബന്ധിച്ച് സുലൈമാൻ ബിൻ യസാർ എന്താണ് പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്തു അഗ്സിലുഹു മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ നിന്ന് ശുക്ലം ഞാൻ കഴുകി നീക്കാറുണ്ടായിരുന്നു. സുമ്മ യഖ്റുജു ഇല സ്വലാത്തി, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് പുറപ്പെടും. വഅസറുൽ ഗസ്ലി ഫീഹി ബുഖാഉൽ മാഇ, അതിൽ കഴുകിയതിൻ്റെ അടയാളം, അതായത് വെള്ളത്തിൻ്റെ അടയാളം അവശേഷിക്കുമായിരുന്നു വസ്ത്രത്തിന്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് സംഗതികൾ. പുരുഷനിൽ നിന്ന് ലൈംഗിക ഉത്തേജന സമയത്ത്, സംഭവ സമയത്തൊക്കെ തെറിച്ച് പുറപ്പെടുമ്പോൾ ആനന്ദമുള്ളതുമായിട്ടുള്ള ലൈംഗിക സ്രാവമാണ് മനിയ അല്ലെങ്കിൽ ശുക്ലം, ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത്. ഈ മനിയ ശുദ്ധമാണോ, അതായത് ത്വാഹിറാണോ നജസാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഷാഫി മദ്ഹബിൽ ശുദ്ധമാണെന്നാണ് പറയുന്നത്. അബു ഹനീഫ ഇമാമിന്റെ വീക്ഷണത്തിൽ അത്, അല്ലെങ്കിൽ ഹനഫി വീക്ഷണത്തിൽ അത് നജസാണ്.
ഏതായാലും ഇത് കഴുകി കളയണമെന്നാണ് സൂക്ഷ്മത, അതാണ് സുരക്ഷിതം. ആയിഷ റളിയല്ലാഹു അൻഹ കഴുകി കളഞ്ഞു എന്ന് വളരെ സ്വഹീഹായിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ. മനി പുറപ്പെട്ടാൽ കുളി നിർബന്ധമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ മനി ശുക്ലം ശരീരത്തിലോ വസ്ത്രത്തിലോ മറ്റോ പുരണ്ടാൽ അത് കഴുകിക്കളയൽ നിർബന്ധമുണ്ടോ, അതോ ചുരണ്ടി കളഞ്ഞാൽ മതിയാകുമോ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ കഴുകിയതായിട്ടും ചുരണ്ടിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ചുരണ്ടി എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വെള്ളം കൊണ്ട് ചുരണ്ടി കളഞ്ഞു എന്നതാണ് ഉദ്ദേശ്യമെന്ന് ചിലർ സമർത്ഥിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, ഇനി മനിയെ കഴുകേണ്ടതില്ല എങ്കിൽ തന്നെ മനിയിനോടൊപ്പം മിക്കവാറും മതിയും കൂടെ കലരും. മതി എന്ന് പറഞ്ഞാൽ സംഭോഗ സമയത്ത് എന്നുള്ളതല്ല, അല്ലാത്തപ്പോഴും ലൈംഗിക ചിന്തകൾ വരുമ്പോൾ സ്ത്രീകളുമായി സല്ലപിക്കുമ്പോഴൊക്കെ പുറപ്പെടുന്ന ആനന്ദത്തോടെ എന്നാൽ തെറിച്ചല്ലാതെ പുറപ്പെടുന്ന സ്രവമാണ്, കട്ടി കുറഞ്ഞ ദ്രവമാണ്. അപ്പോൾ അത് പുറപ്പെട്ടാൽ എന്തായാലും അത് നജസ്സാണ്, കഴുകി കളയണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമല്ല. അപ്പോൾ മനിയിനോട് കൂടി, അതായത് ശുക്ലത്തോട് കൂടി എന്തുണ്ടാവും, ഈ മതിയും കൂടെ ഉണ്ടാവും മിക്കവാറും. അപ്പം അതുകൊണ്ട് തന്നെ മനി പുറപ്പെട്ടാൽ കഴുകലാണ് കൂടുതൽ ശരി, അതാണ് കൂടുതൽ സൂക്ഷ്മത. സൗകര്യപ്പെടുമെങ്കിൽ കഴുകി കളയുക തന്നെയാണ് സൂക്ഷ്മത എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഉരച്ച് കളഞ്ഞിരുന്നു എന്നുള്ളതിനുള്ളൊരു ഹദീസ്, ആൻ ആയിഷ താഫിൽ മനിയ കാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ മനിയിന്റെ വിഷയത്തിൽ പറഞ്ഞു, കുന്തു അഫുറുഖുഹു മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിൽ നിന്ന് അത് ഫറക്ക്, അതായത് ഉരച്ച് കളഞ്ഞ് നീക്കാറുണ്ടായിരുന്നു. ഉരച്ച് കളഞ്ഞ് എന്നുള്ളത് വെള്ളം കൊണ്ട് ഉരച്ചാലും അങ്ങനെ പറയാം. പിന്നെ കഴുകി കുറെ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കഴുകലാണ് ഏതായാലും സൂക്ഷ്മത എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂത്രത്തിന് ശേഷം, സാധാരണ മൂത്രത്തിന് ശേഷം ക്ഷീണമുള്ളപ്പോഴൊക്കെ പുറപ്പെടുന്ന ഒരു ദ്രാവകമാണ് വദി. അത് പുറപ്പെടുമ്പോൾ ആനന്ദമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് നജസാണ്, അത് പുറപ്പെട്ടാലും കഴുകൽ നിർബന്ധമാണ്.